പാഞ്ചി അപ്പൊ എന്താണ് പരിപാടി? ഇത് ഈ വറക്കാനുള്ള പീസാണ്. എത്ര പീസ്? 400 പീസ്. 400 വറക്കാനുള്ള പീസിന്റെ ഓർഡർ നമുക്ക് കിട്ടിയാണ്. അപ്പൊ അതിന് വെട്ടാനുള്ള മീനാണ് ഈ കാണുന്നത്. വേറെ മീനൊന്നുമല്ല, നെയ്മീനാണ്. കാറ്ററിംഗ് എനിക്ക് വേണ്ടിയാണ്. കാറ്ററിംഗ് വേണ്ടി വെട്ടാനുള്ള മീനാണ്. അപ്പോൾ നമ്മുടെ പാഞ്ചിപാപ്പൻ പറഞ്ഞതുപോലെ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാള കുരുവിലശ്ശേരി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നു വിൽസൺ ചേട്ടന്റെ പെർഫെക്റ്റ് എന്ന കാറ്ററിംഗ് സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഡർ എടുത്തത്. 400 പീസിന്റെ ഓർഡർ ഉണ്ട്. അതായത് 400 വറക്കാൻ കണക്കാക്കിയുള്ള പീസിന്റെ ഓർഡറാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടക്കാരുടെ നെയ്മീനാണ് സ്പെഷ്യലായിട്ട് മുൻപത്ത് നിന്ന് അറിയാലോ. നെയ്മീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത്തിരി ഡിമാൻഡ് കൂടിയ മീൻ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 700 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ പാഞ്ചിപാപ്പൻ തന്നെ ഉണ്ട് മീൻ തൂക്കിയെടുക്കുന്നത്. 400 പീസിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 40 കിലോളം നെയ്മീൻ തന്നെ വേണ്ടി വരും. നമുക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ച് ഓരോ പീസിനും എത്ര വലുപ്പം വേണ്ടി വരും എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു 2 കിലോ സൈസ് വരുന്ന 10-20ഓളം വരുന്ന നെയ്മീനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. നമ്മുടെ കടയിൽ നല്ല തിരക്കുള്ള സമയത്ത് തന്നെയാണ് ഈ മീൻ വെട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ വേറെ മീനും വെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ നെയ്മീനുകൾ നമ്മൾ തൂക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പാഞ്ചുബാബനെ ഇപ്പൊ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പാഞ്ചുബാബനെ ഒറ്റയ്ക്കാണ് ഇന്ന് ഈ നെയ്മീൻ എല്ലാവരും വെട്ടാൻ പോകുന്നത്. നെയ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത, വളരെ നൈസ് ആയിട്ടുള്ള മീറ്റാണ് ഈ നെയ്മീൻ. അപ്പോൾ നല്ല പരിചയമുള്ള ഒരു വെട്ടിയാൽ മാത്രമേ അതിന്റെ ഒരു പെർഫെക്ഷൻ ഇതിൽ കിട്ടത്തുള്ളൂ. പോരാത്തതിന് അത് വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിക്ക് വരെ നല്ല മൂർച്ചയും വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഷേപ്പും ആ ഒരു പെർഫെക്ഷനും ആ ഒരു മീനിന്റെ കഷ്ണത്തിന് കിട്ടത്തില്ല നമുക്ക്. ഒരെണ്ണത്ത് മീൻ എത്ര പീസ് കിട്ടും പാഞ്ചാബ്? 20 പീസ് ഒരെണ്ണത്ത് മീൻ അല്ലേ? സൈസ് 2 കിലോ അല്ലെ, 2 കിലോ താഴെയുള്ള സൈസാണ് ഓരോ നെയ്മീനും. അപ്പോൾ ആദ്യത്തെ സെക്ഷനായിട്ട് ഏകദേശം ഒരു 10 കിലോളം നെയ്മീനാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അതിന്റെ തൊലി നമ്മൾ വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമായിട്ട്. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് ആയിക്കോട്ടെ നമ്മളതെല്ലാം ഒരുമിച്ച് മുറിക്കാനായിട്ട് പോകുന്നത്. പച്ചല്ല ചൂണ്ടക്കാരുടെ മീനാണത്. വെളുത്ത് തന്നെ ഉണ്ടാക്കി. അങ്ങനെ തൊലിയെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം മുറിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നെയ്മീനാണ് ഈ കാണുന്നത്. ആദ്യത്തെ സെറ്റ് നെയ്മീനെല്ലാം ഈ ഒരു കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അതിനോടൊപ്പം തന്നെ നമ്മുടെ കടയിൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർ വാങ്ങുന്ന മീനെല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെട്ടി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു പിരാനയെ വെട്ടുന്ന സീനാണ് ഈ കാണുന്നത്. നെയ്മീൻ്റെ കൂടെ 2000 പീസോളം മറ്റേ കറക്കി കേര. അത് ഈ ടീമിന് തന്നെയാണോ? ഇല്ല, അത് വേറെ ടീമിനാണ്. പിന്നെ ഇവിടെ ഈ പള്ളിപ്പെരുന്നാളുകാരനെ അതിൻ്റെതായിട്ടുള്ള തിരക്കും വേറെ തിരക്കേര തിരക്ക്. ഒരു പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. അത് എല്ലാ കൊല്ലവും നല്ല കച്ചവടം ഉണ്ടാവും. നെയ്മീൻ്റെ ചിലവരെ തൊലി ഉരിക്കണത് കാണുന്നുണ്ടല്ലോ, അതെന്താ വലുത് തന്നെയാണോ? അത് വലിയ നെയ്മീൻ്റെ തൊലി ഉരിക്കും. കുറച്ചുകൂടി നൈസായിരിക്കും. ഇത് പിന്നെ ഒരു മിക്ക ആൾക്കാർക്കും ഇത് നീറ്റായിരിക്കണം. ഇതിൻ്റെ ഈ കറുപ്പ് കളറ് ഒട്ടും കാണാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ വടിച്ച് നല്ല ക്ലീൻ ആയി അതിൻ്റെ നല്ല രീതിക്ക് പോകുന്നുണ്ട് അല്ലേ? അത് ഒരു ടെക്നിക്കാണ്. അതിൻ്റെ ഒരു നാക്കാണ് ഇങ്ങനെ പോണത്. അങ്ങനെ ഇന്ന് നമ്മുടെ കടയിലുണ്ടായിരുന്ന ഏറ്റവും വില കുറഞ്ഞൊരു മീനാണ് ഇത്. നമ്മുടെ നാടൻ മത്തിയുണ്ട്. മത്തിയുടെ വില എന്ന് പറഞ്ഞാൽ 80 രൂപയായിരുന്നു നിന്ന്. ചാള ക്ലീൻ ചെയ്യാൻ തിരക്കാണല്ലോ. 80 രൂപയാണെങ്കിൽ അല്ലടെ ക്ലീൻ ചെയ്യൂലല്ലോ ഇപ്പൊ. ഇത് മുറിച്ച് തുടങ്ങാതെ അങ്ങനെ ഏകദേശം ഒരു 5 നെയ്മീനോളം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കട്ട് ചെയ്യുന്ന നമ്മുടെ പാഞ്ചോവനെ ഒറ്റയ്ക്കണ്ട.
ചോര പൊടിയണണ്ട സൂപ്പർ തന്നെ. അതിനെ ചൂണ്ടക്കര എന്ന് പറയാം. വെള്ളക്കര നല്ല ഇതായിരിക്കും. നമുക്ക് ഓർഡറിന് വെട്ടിക്കൊടുക്കാനുള്ളതല്ലാതെ നമ്മുടെ തട്ടിലുള്ള നെയ്മീനാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടുകാർക്ക് തന്നെ വിൽക്കാനുള്ള നെയ്മീനാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാഞ്ചുമാവൻ പറഞ്ഞതുപോലെ മേൽഡൂർ പള്ളിയിൽ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഇറക്കിയേക്കുന്ന നെയ്മീനാണ് ഈ കാണുന്നത്. എല്ലാവരും ഒരെണ്ണത്തുമേന്ന് 20 പീസ് വെച്ച് കിട്ടുന്നുണ്ടല്ലേ. മാള വലിയുറപ്പിലുള്ള ടോമീസ് ഫിഷ് ഇട്ടിട്ടാണ് നമ്മൾ ഈ നെയ്മീൻ വെട്ടുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വലിയുറമ്പ് എന്ന് പറഞ്ഞാൽ. ആ ഒരു നമ്മുടെ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന മീനാണ് ഈ കാണുന്ന പിരാന, അല്ലെങ്കിൽ നമ്മുടെ റെഡ് ബെല്ലി നട്ടർ എന്നൊക്കെ പറയും. പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ളത്, നെയ്മീൻ എടുക്കുമ്പോൾ അതിൻ്റെ വാലിൻ്റെ ഭാഗം, ഈ കാണുന്ന വാലിൻ്റെ ഭാഗം തലഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറിക്കുള്ള പീസുകളുടെ രൂപത്തിൽ നമ്മൾ വെട്ടി കൊടുക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ആദ്യത്തെ സെക്ഷൻ ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 നെയ്മീനാണ് എടുത്തത്. അപ്പോൾ ഒരു 5 നെയ്മീൻ വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അങ്ങനെ ആ 5 നെയ്മീൻ വെട്ടിയതിൻ്റെ പീസാണ് ഈ പാത്രത്തിൽ കാണുന്നത്. ഇനി ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം ഒരു കവറിലാക്കിയിട്ട് നല്ലപോലെ ഐസ് പാക്ക് ചെയ്തിട്ട് വെക്കോട്ടെ. നമ്മളുടെ കടയിൽ തന്നെ ഐസ് പാക്ക് ചെയ്ത് വെക്കും. അങ്ങനെ ആ എല്ലാ പീസുകളും എണ്ണുന്നത് നമ്മുടെ ചന്തുവാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ വലിയുറമ്പിലുള്ള ടോമീസ് ഫിഷ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ഓർഡർ ചില്ലറ ആയാലും അല്ലെങ്കിൽ ബൾക്കായാലും നമ്മൾ ഏത് ഓർഡറും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മീൻ ഓർഡർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത ഓർഡറാണ് നമ്മുടെ പാഞ്ചാവൻ തട്ടിലേക്ക് ചൊരിഞ്ഞിടുന്നത്. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ നല്ല നാടൻ കരിമീൻ്റെ ഓർഡറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കരിമീൻ ചെത്തുന്നതാണ്. അതെന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇതേപോലെ വേറൊരു ഓർഡർ നമുക്ക് കിട്ടുമ്പോൾ എന്തായാലും വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കരിമീൻ്റെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പാഞ്ചുബാബൻ ബാക്കിയുള്ള നെയ്മീനും കട്ട് ചെയ്യാനുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയുക. ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണം. താങ്ക് യു സോ മച്ച്.